വാർത്തകൾ ചെന്നൈയിലെ അണ്ണാ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ രണ്ടാം വർഷ വിദ്യാർത്ഥിനി ബലാത്സംഗത്തിന് ഇരയായ സംഭവത്തിൽ പ്രതി പിടിയിൽ. കോട്ടൂർപുരം പ്രദേശത്തെ ജ്ഞാനശേഖരനാണ് പിടിയിലായത്. അതേസമയം സംഭവത്തിൽ പ്രതിഷേധം ഇരമ്പുകയാണ്. വിവരങ്ങളുമായി മനു ഭരത് ചേരുന്നു. മനു, നമുക്കറിയാം കൊൽക്കത്തയിൽ സമാനമായ രീതിയിൽ ക്യാമ്പസിനുള്ളിൽ ഒരു പെൺകുട്ടി, ഒരു മെഡിക്കൽ വിദ്യാർത്ഥിനി ബലാത്സംഗത്തിനിരയായി മരിച്ചതിന് ആ ഒരു ഞെട്ടലിലാണ്. ആ ഞെട്ടൽ രാജ്യത്ത് നിന്ന് വിട്ടുമാറുന്നതിന് പിന്നാലെയാണ് സമാനമായ രീതിയിൽ മറ്റൊരു സംഭവം കൂടി ഉണ്ടായിട്ടുള്ളത്. വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. പ്രതി പിടിയിലായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. വിശദാംശങ്ങൾ. ആര്യ, രണ്ട് പ്രതികളാണ് ഈ സംഭവത്തിലുള്ളത് എന്നാണ് പെൺകുട്ടി പറയുന്നത്. അതിൽ ഒരാൾ പിടിയിലായിട്ടുണ്ട്. ഇയാൾ ജ്ഞാനശേഖരൻ എന്ന 37-കാരനാണ്. ഇയാൾ അണ്ണാ സർവകലാശാലയ്ക്ക് സമീപം ബിരിയാണി കട നടത്തുന്നയാളാണ്. ഈ പെൺകുട്ടിയും സുഹൃത്തും പോകുന്നത് കണ്ടപ്പോൾ അവരെ പിന്തുടർന്ന് എന്തെങ്കിലും വീഡിയോ കിട്ടുമോ എന്ന് അന്വേഷിക്കുകയും ആ വീഡിയോ ഉപയോഗിച്ച് പിന്നീട് ഇവരെ ബ്ലാക്ക്മെയിൽ ചെയ്യാം എന്നൊക്കെയുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇയാൾ ഇവരെ പിന്തുടർന്നത്. പക്ഷേ ഒരു ഒഴിഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ ഈ പെൺകുട്ടിക്കൊപ്പമുണ്ടായിരുന്ന സുഹൃത്തിനെ അടിച്ച് അവശനാക്കി ഓടിക്കുകയും പിന്നീട് ഈ കുട്ടിയെ കുറ്റിക്കാട്ടിലേക്ക് വലിച്ചു കൊണ്ടുപോയി ആക്രമിക്കുകയുമാണ് ചെയ്തത്. സംഭവത്തെ തുടർന്ന് പെൺകുട്ടി അവിടുത്തെ ലൈംഗിക അതിക്രമ വിരുദ്ധ സമിതി സർവകലാശാലയ്ക്കകത്തുണ്ട്. അവിടെ റിപ്പോർട്ട് ചെയ്യുകയും ഈ വിഷയം പിറ്റേ ദിവസം തന്നെ പോലീസിൽ പരാതിയായി വരികയും ചെയ്തു. തുടർന്നാണ് സംഭവത്തിൽ അന്വേഷണം നടന്നത്. ഈ ജ്ഞാനശേഖരന് സമാനമായ മറ്റു കേസുകളിൽ പങ്കുണ്ടോ എന്ന കാര്യം പോലീസ് അന്വേഷിക്കുകയാണ്. ഒരു പ്രതിയെ കൂടി പിടികൂടാനുണ്ട്. ശക്തമായ നടപടി ഉണ്ടാകും എന്ന് തമിഴ്നാട് സർക്കാർ വ്യക്തമാക്കുകയും ചെയ്യുന്നു. അതേസമയം വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെടെയുള്ളവർ സമരവും പ്രക്ഷോഭവുമൊക്കെയായി രംഗത്തെത്തിയിട്ടുണ്ട്. BJP ശക്തമായ പ്രക്ഷോഭത്തിന് ആഹ്വാനം നൽകിയിട്ടുണ്ട്. ഇതാണ് തമിഴ്നാട്ടിലെ നിയമ സാഹചര്യമെന്ന് അണ്ണാമലൈ പറയുന്നു. ഭരണ സംവിധാനത്തിന്റെ തകർച്ചയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത് എന്നാണ് BJP നേതാക്കളുടെ പ്രതികരണം. ഇതാണോ ആളുകൾക്ക് സുരക്ഷ നൽകുന്ന നഗരം എന്ന് അവർ ചോദിക്കുകയും ചെയ്യുന്നു. ഏതായാലും ശക്തമായ ഒരു പ്രതിഷേധം വരികയാണ്. AIADMK DMK-ക്കെതിരെ ഇതൊരു പ്രധാന രാഷ്ട്രീയ ആയുധമായും ഉപയോഗിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. തീർച്ചയായും മനു ഭരത്താണ് വിശദാംശങ്ങൾ നൽകിയത്.